നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കാതെ വയ്യ. വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും. അതാണ് നമുക്ക് UDF സർക്കാരിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, മന്ത്രി ബിന്ദു ഓമനയുടെ കൊച്ചുമോനെ രാധാമണിയുടെ കൊച്ചുമോനായിട്ട് മാറ്റുന്നു. അതുപോലെ തന്നെ ഇന്ന് സഭയിൽ കല്ലുവെച്ച നുണ പറഞ്ഞിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ജനിച്ച മണ്ണിൽ അന്തിയുറങ്ങുന്നതിന് വേണ്ടി പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ആളുകൾ സമരം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ സമരക്കാർക്കിടയിലേക്ക്, ആ പട്ടികജാതി ഉന്നതിയിലേക്ക് രമേശ് ചെന്നിത്തലയുടെ പോലീസ് കയറിയിറങ്ങി കാണിച്ചു കൂട്ടിയ ക്രൂരത നമ്മൾ കണ്ടതാണ്. ബൂട്ടിട്ട ഷൂ കൊണ്ട് ചവിട്ടിയും ലാത്തി കൊണ്ട് അടിച്ചും അവരെ പരിക്കേൽപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ അടി കിട്ടിയ ആ അമ്മമാരുടെ നിലവിളി ഇപ്പോഴും നമ്മുടെ ചെവിയിൽ നിന്ന് പോകുന്നില്ല, നമ്മുടെ കൺമുമ്പിൽ നിന്ന് ആ ദൃശ്യങ്ങൾ മായുന്നില്ല. ആ ആക്രമണത്തിന് ശേഷം ആ അമ്മമാർ നടത്തിയ പ്രതികരണങ്ങൾ, മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണങ്ങൾ ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. നമ്മൾ കണ്ടതാണ് അതൊക്കെ. അതായത് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ട് പലരെയും തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച, മക്കളുടെ മുമ്പിലിട്ട് അച്ഛനെയും അമ്മയെയും തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച, ഹൃദ്രോഗികളെ അടക്കം തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച, ഇതൊക്കെ നമ്മൾ കണ്ടു. നിലത്തൂടെ വലിച്ചിഴച്ച് സ്ത്രീകളെ അടക്കം കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഞാനത് നേരിട്ട് കണ്ട ഒരാളാണ്. കാരണം എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അടുത്താണ് പാരിയത്തുകാവ് എന്ന് പറയുന്നത്. ഈ പാരിയത്തുകാവിലെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നടത്തിയിട്ടുള്ള, അവർക്കൊപ്പം നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള എല്ലാ പിന്തുണയും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു നുണ പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? അവിടെ പോലീസ് യാതൊരു രീതിയിലുള്ള അതിക്രമവും നടത്തിയിട്ടില്ല എന്ന് സഭയിൽ പറയുകയാണ്. പാരിയത്തുകാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് അവിടെ നടന്നിട്ടുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ അവിടെ കുറച്ചു പേർക്ക്, ഒരു 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ കേസ് ഒന്ന് ഒഴിവാക്കി തരാമോ എന്ന് അവിടുത്തെ MLA ആയിട്ടുള്ള VP സജീന്ദ്രൻ ചോദിക്കുന്നു. അപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല പറയുകയാണ്, നമുക്കത് നോക്കാം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവിടെ പോലീസ് ഒരു അതിക്രമവും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ നടത്തിയ അതിക്രമത്തിന്റെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം. അത് കണ്ട ശേഷം നമുക്ക് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം രമേശ് ചെന്നിത്തല പറയുന്നത് കള്ളമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് കള്ളമാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യണമല്ലോ. അപ്പൊ അത് കാണാം. ശരിയാവില്ല. കണ്ടല്ലോ, ഈ രീതിയിലാണ് അവിടെ പോലീസ് അഴിഞ്ഞാടിയത്. ഈ രീതിയിലാണ് സമരക്കാരെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് നേരിട്ടത്. അവസാനം ഗത്യന്തരമില്ലാതെ പോലീസിനെ പിൻവാങ്ങേണ്ടി വന്നു എന്നതല്ലേ യാഥാർത്ഥ്യം? അവിടെ CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് മുമ്പിൽ VD സതീശന്റെ സർക്കാരിനും രമേശ് ചെന്നിത്തലയുടെ പോലീസിനും മുട്ടുകുത്തേണ്ടി വന്നു എന്നതല്ലേ സത്യം? അതായത് അവരെ വലിയ രീതിയിൽ തന്നെ വേട്ടയാടാൻ വേണ്ടി ചെന്നിത്തലയുടെ പോലീസ് ശ്രമം നടത്തിയപ്പോൾ ജീവൻ കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ സഖാക്കൾ, CPM-ന്റെ സമര പോരാളികൾ അവിടെ നിലയുറച്ചു നിന്നു. ആ നിലയുറച്ചു നിന്നതിന് മുന്നിൽ അവിടുത്തെ മുൻ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് PV ശ്രീനിജനും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഒരു പ്രതിരോധം തീർത്ത് ആ ജനങ്ങൾക്കൊപ്പം നിന്നപ്പോൾ ഇനി പണിപാളുമെന്ന് മനസ്സിലായി ഈ സർക്കാരിന് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ഈ പോലീസ് നരനായാട്ട് നടന്നതെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആദ്യ ദിനം അങ്ങോട്ടേക്ക് VD സതീശൻ എത്തിയോ? ഇല്ല. രണ്ടാം ദിനം എത്തിയോ? ഇല്ല. ആ പ്രദേശത്തേക്ക് ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ സങ്കടം കേൾക്കാൻ, സ്വന്തം ജില്ലയിലെ ജനങ്ങളുടെ സങ്കടം കേൾക്കാൻ അങ്ങോട്ടേക്ക് VD സതീശന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. VD സതീശൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ, പൂക്കി കളിച്ച് നടക്കുകയാണ്. പക്ഷേ ആ ജനങ്ങളുടെ കണ്ണീരൊപ്പാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നില്ല. മറിച്ച് അവിടുത്തെ MLA-യും റോജി M. ജോണിനെയും മന്ത്രിയെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം തുളസി അവിടെ എത്തുന്നു. അങ്ങനെ മന്ത്രിയോട് വന്ന് ഇവരൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അവർക്ക് നീതിയാണ് ആവശ്യം. ഇവിടെ രാഷ്ട്രീയം ആരും കളിക്കുന്നില്ല. ഇവിടെ എപ്പോഴാണ് CPM വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിൽ തന്നെ സമരം ശക്തമാക്കിയത് തുടക്കം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM രംഗത്തുണ്ടല്ലോ. ഇത് ശക്തമാക്കിയപ്പോഴാണ് UDF അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു മുത്തങ്ങ മോഡൽ നടക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ അവിടെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് ആദ്യ ദിനം ഈ രീതിയിൽ ഒരു മിനി മുത്തങ്ങ മോഡൽ അവിടെ ചില രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അവിടെ MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾ വന്ന്, ജില്ലാ സെക്രട്ടറി സതീഷ് അടക്കമുള്ള ആളുകൾ വന്ന് വലിയ പ്രതിരോധം തീർത്ത് ആ സമരം ശക്തമാക്കിയത്. കാരണം എന്താണ്, അവിടെ നിന്ന് പോകുമ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞിട്ട് പോയത് ഞങ്ങൾ ഇനിയും വരുമെന്നാണ് പറഞ്ഞത്. അതായത് മക്കൾ നോക്കി നിൽക്കെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മുന്നിൽ നിന്ന് പറയുകയാണ് പോലീസുകാരൻ, ഞാൻ ഇനിയും വരുമെന്ന്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായും
മനുഷ്യത്വമുള്ളവർ അവിടെ അവർക്ക് വേണ്ടി നിലയുറക്കുമെന്നേ. അതാണ് അവിടെ സഖാക്കൾ ചെയ്തത്. അവർ സമരം ശക്തമാക്കി. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? രമേശ് ചെന്നിത്തലയുടെ പോലീസിന് അങ്ങോട്ടേക്ക് പിന്നീട് കയറാൻ പറ്റിയില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥലം MLA എന്താണ് പറഞ്ഞത്? ഈ പാരിയത്തുകാവ് ഭൂമി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന അവിടെ അവർക്ക് അവകാശപ്പെട്ടതല്ല, ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്നുള്ള വാദം തെറ്റാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആ സ്ഥലം ഉടമ എന്ന് അവകാശപ്പെടുന്ന വ്യക്തിക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഈ സർക്കാർ ഭൂവുടമകൾക്കൊപ്പമാണ് എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞു, ജനങ്ങൾ മുഴുവൻ എതിരായെന്ന് കണ്ടപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ ഞങ്ങൾ എന്തായാലും കൈയൊഴിയില്ല എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞ VD സതീശൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്ന് അദ്ദേഹം പറയുന്നു 8 കുടുംബങ്ങളാണ് നിലവിൽ അവിടെ ഉള്ളത്, ഞങ്ങൾ 7 കുടുംബത്തിന് കൈവിടില്ല എന്നാണ് പറയുന്നത്. 8 കുടുംബങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പോലും ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല VD സതീശൻ പറയുന്നത് ഒരിക്കലും പ്രവർത്തിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പ്രവർത്തിച്ച് കാണിക്കൂ, പ്രവർത്തിച്ച് കാണിച്ച ശേഷം നമുക്ക് കൈയടിക്കാം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇന്ദിരാ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ ജനങ്ങളെ പറ്റിച്ചല്ലോ. ഇപ്പോ വയനാട് ദുരന്തബാധിതർക്ക് വീട് കൊടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിച്ചല്ലോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞതൊന്നും പ്രാവർത്തികമാക്കാത്തവരാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ പലതും പറയും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയാണെന്ന കാര്യം മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തി അവർക്ക് അർഹതപ്പെട്ട ഒരു നീതി ലഭ്യമാക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇത് ഇന്ന് സഭയിൽ വലിയ രീതിയിൽ ചർച്ചയാകാനും ഒപ്പം സഭയിൽ ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് സർക്കാരിന് പറയാനും ഒക്കെ കഴിഞ്ഞത് അത് സഖാക്കൾ നടത്തിയ സമരത്തിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ്. അതിന്റെ ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് അർഹിക്കുന്നത് സർക്കാരാണ്. പ്രിൻസിപ്പളിനെ പുറത്താക്കിയ സംഭവം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. സതീശനെ വിമർശിച്ചു എന്ന പേരിൽ ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലെ പ്രിൻസിപ്പളിനെ. അന്ന് അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് VD സതീശൻ നടത്തിയത് പെരുന്നുണയായിരുന്നു, അതെല്ലാവർക്കും അറിയാം. അവസാനം ആ നുണ പൊളിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തേക്ക് വന്നപ്പോൾ ആ പ്രിൻസിപ്പളിനെ തിരിച്ചെടുക്കേണ്ടി വന്നു. അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെ പലപ്പോഴും പല രീതിയിലും വളച്ചു കിട്ടിയൊക്കെ നുണ പറയാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് VD സതീശൻ. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല, അത് അല്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയും നുണ പറയുന്നു. ഇങ്ങനെ നുണ പറഞ്ഞ് ഈ സർക്കാർ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നിലപാടില്ലായ്മ പ്ലസ് നുണ ഈക്വൽ ടു UDF സർക്കാർ എന്ന ഇക്വേഷനിലേക്ക് അവർ മാറുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. സഭയിൽ മന്ത്രിമാർ കുറച്ചെങ്കിലുമൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ പറയണം. കുറച്ചുകൂടി ഒരു പക്വതയും നിലവാരവും ഒക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഒന്ന് പുലർത്തണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. പ്രതിപക്ഷത്തെ കണ്ടുപടി ഭരണപക്ഷം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ജനങ്ങളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിമാർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ വകുപ്പിനെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗംഭീരമായി ഒരു മാനേജ്മെന്റ് പവർ ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. പക്ഷെ അങ്ങനെയുള്ള മാനേജ്മെന്റ് പവർ ഒന്നും ഇപ്പൊ നിലവിൽ നമ്മൾ കാണുന്നില്ല. എന്ത് ചോദിച്ചാലും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പഠിത്തം മാത്രമുള്ളൂ എന്ന് പറയുന്ന ഒരു സർക്കാരിനെയാണ് കാണുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് അറിയാം. എന്തായാലും പഠിത്തം ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾക്കെന്ന് പറയാതെ വയ്യ. പാരിയത്തുകാവിലെ ജനങ്ങളുടെ ശബ്ദം എന്തായാലും ഇന്ന് സഭയിൽ ഉയർന്നിരിക്കുന്നു. ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥലം MLAയും മന്ത്രിയും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ ഇതിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പ്രതിപക്ഷത്തിന് കിട്ടുന്ന വലിയ കയ്യടിയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ സമരഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും തടയാനുള്ള ശ്രമത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായി തന്നെയാണ് സഭയിൽ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണത്തെ ഞാൻ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വരാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴാണല്ലോ ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിനൊക്കെ എന്തായാലും മുഖ്യമന്ത്രി VD സതീശൻ ചില എന്താ പറയാ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ പേര് കേട്ടാൽ നമ്മുടെ സതീശന് നല്ല പേടിയാണെന്ന് ആർക്കും തോന്നുന്നൊന്നുമില്ലല്ലോ അല്ലെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.